എന്തെങ്കിലും പിന്നെ വിശ്വാസം പ്രകടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കാം. അല്ല, ഞാൻ വീണ്ടും ചോദിക്കില്ല. ശ്രീ നിഷാദെ ഇതൊന്ന് പറയണേ. അല്ലല്ല ശ്രീ നിഷാദ് ഇതൊന്ന് പറയണേ. എനിക്കറിയാം, ക്ഷമിക്കണം, ഷിബു മീരാനിലേക്ക് ഈ വിശ്വാസികളുടെ കുത്തക രാഹുൽ ഈശ്വരനാണോ? ഈ രാഹുൽ ഈശ്വർ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഈശ്വർ ആരാണ്? വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളാണോ വിശ്വാസം പറയുന്നത്? വിശ്വാസികളുടെ കുത്തക താങ്കളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. കേരള സമൂഹത്തിന്റെ മുമ്പിൽ താങ്കൾ ആരാണ്? കേരള സമൂഹത്തിന് മുമ്പിൽ വിശ്വാസികളുടെ അംബാസഡറാണോ? വിശ്വാസികളുടെ വിശ്വാസികളുടെ ഏജൻസി എടുക്കണ്ട എന്നാണ്. വിശ്വാസികളുടെ ഏജൻസി എടുക്കണ്ട എന്നാണ്. ഞാനൊന്ന് ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഇരുത്തി ചർച്ച ചെയ്യാൻ അതിന്മേൽ വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോലെ ഷിബു മീരാൻ ലീഗ് നേതാവിനോടൊപ്പം ഇല്ല, പ്ലീസ് സംസാരിക്കാൻ പറ്റില്ല. ഇല്ല കേട്ടി, നിങ്ങൾ തമ്മിൽ വ്യക്തിപരമാവണ്ട. ഞാൻ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാലോ. ഷിബു ഈ തരം പ്രചാരണ ആയുധങ്ങളെ അല്ല കേട്ടി, നിങ്ങൾ ഷിബു മീനോട് സംസാരിക്കോ? ഷിബു ഇത്തരം പ്രചാരണ ആയുധങ്ങളെ എന്റർടൈൻ ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഷിബു പറയട്ടെ. നിഷാദ് ചോദ്യം കേട്ടില്ല. ചോദ്യം പൂർണ്ണമായി. നിങ്ങളുടെ ഇത്തരം പ്രചാരണ ആയുധങ്ങളെ എന്റർടൈൻ ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതിന് നിയമപരമായി തടയും. നിഷാദ്, രസകരമാണ് ഈ ചർച്ചകളാകെ. ഇപ്പോൾ കേരളത്തിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നു. ഞങ്ങൾക്കൊരു മേൽക്കൈ കിട്ടി, ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായി. അത് സ്വാഭാവികമാണ്. ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും കൂടിയാണ്, ഒരു പൊതുപ്രവർത്തകൻ എന്ന പോലെ തന്നെ. ഞാൻ സജീവമായി CPM ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. LDF അവരുടെ മുന്നണി യോഗം ചേർന്നു. ഗോവിന്ദ മാഷ് 2-3 വട്ടം പത്രക്കാരെ കണ്ടു. TP രാമകൃഷ്ണൻ കണ്ടു. മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ വന്നു. ഞങ്ങൾ തെറ്റുതിരുത്തും, ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ എറ്റുപോയെങ്കിൽ കൂട്ടിച്ചേർക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരേ സമയം ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും UDF എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആശങ്കയും തോന്നി. ഇവരെല്ലാ തെറ്റുകളും അങ്ങോട്ട് തിരിഞ്ഞ് ഇവർ രാഷ്ട്രീയം ഭദ്രമാക്കിയാൽ ഞങ്ങൾ പ്രയാസപ്പെടുമല്ലോ നിങ്ങൾ വിചാരിച്ചു. ഇപ്പം എന്തായാലും എൻ്റെ ആശങ്ക ഒഴിഞ്ഞു. കാരണം ഇപ്പോൾ ഈ ചർച്ച വളരെ എല്ലാത്തിൻ്റെയും കുറ്റം ഒരു പാരടിപ്പാട്ട്. നിഷാദ്, ഏതാണ്ട് 98,000 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക പേരും ഒരു പാട്ടെങ്കിലും ഇറക്കിയിട്ടുണ്ടാവും. ചിലർ 1,000 പാട്ടുകൾ ഇറക്കി. എന്ന് വെച്ചാൽ 1,00,000 പാട്ടുകളെങ്കിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അധികം നമുക്കറിയാലോ, ഇത്തരം പാട്ടുകൾ അധികം മാപ്പിളപ്പാട്ടിന്റെ ടൂണിലായിരിക്കും ഉണ്ടാവുക. ഇത്തവണ പക്ഷേ ഈ പാട്ട് ഒരാൾ മാത്രമൊന്നുമല്ല, ഈ അയ്യപ്പ എന്നുള്ള പാട്ടിന്റെ ടൂൺ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ആ 1,00,000 പാട്ടുകളിൽ നിന്ന് ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിയുടെ കാരണമായി ഈ ഒരു പാർട്ടിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പതാ അതിനെതിരെ കേസ് കൊടുത്തു. എനിക്കൊരു അത്ഭുതമില്ല. ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ KPCC ഓഫീസിൽ അദ്ദേഹത്തിന് അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു. ആ അനുസ്മരണത്തിലേക്ക് ഒരു മുൻ മുഖ്യമന്ത്രി അനുസ്മരിക്കാൻ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയെ സാദരപൂർവ്വം കോൺഗ്രസ്സുകാർ അന്ന് ക്ഷണിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് നിഷാദെ മൈക്കുള്ള കാലം തൊട്ട് ആ സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് വന്നു. പിന്നെ എന്താ, പിറ്റേ ദിവസം ആ മൈക്ക് കസ്റ്റഡിയിൽ എടുക്കുന്നു, മൈക്കുകാരനെ കസ്റ്റഡി എടുക്കുന്നു, അയാളുടെ ആംപ്ലിഫയർ, അയാളുടെ മൈക്ക്, അതിൻ്റെ വയറ്. നിഷാദെ, ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. അവിടേക്ക് പരിശോധന കഴിച്ചു ഈ മൈക്ക് എന്നാണ്. ഇതിപ്പോ അതിനേക്കാൾ വലിയ കോമഡി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചർച്ച CPM ഒരു ലഘുവായ ലൈറ്റായ കേൾക്കുമ്പോൾ നമുക്ക് കോമഡി എന്ന് പറയുന്ന ഒരു ചർച്ച CPM ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിറകിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട എന്താണെന്നറിയോ? ഈ കേരളം വലിയ അമർഷത്തോടെ നോക്കിക്കൊണ്ടൊരു സംഗതിയുണ്ട്. ഇവിടെ ആവർത്തിച്ച് പറഞ്ഞല്ലോ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു എന്ന്. ആഗോള അയ്യപ്പ സംഗമം ഒരു സർക്കാർ പരിപാടിയാണ്. അതിനകത്ത് ഇല്ലന്റിന്റെ സൈഡിൽ പണ്ട് നമ്മൾ ഈ സ്റ്റാമ്പ് ഒട്ടിക്കുമല്ലോ നിഷാദ് റാവുത്തറെ, ഈ സ്റ്റാമ്പ് ഒട്ടിച്ച പോലെയാണ് അയ്യപ്പന്റെ പടം. അയ്യപ്പന്റെ പടത്തിന്റെ 10 മടങ്ങ് വലുപ്പത്തിലാണ് കേരള മുഖ്യമന്ത്രിയുടെയും VN വാസവന്റെയും പടം ഇവിടെ വെച്ചത്. ആ ശബരിമലയിൽ നിന്നാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹരിവരാസനം പാടി ഭഗവാനെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ദ്വാരപാലകന്മാരുടെ അനുവാദം വാങ്ങി മണി അടിച്ചിട്ട് ഭഗവാന്റെ ഗർഭഗൃഹത്തിലേക്ക് പള്ളിയറയിലേക്ക് തന്ത്രിക്ക് കയറാൻ അനുവാദമുള്ളൂ. ഈ ഹരിവരാസനം പാടി ഭഗവാൻ കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ ഈ ദ്വാരപാലകന്മാർ അവരിയ്ക്കുന്ന പീഠം, മേൽക്കൂര, ലോഹദണ്ഡ് എല്ലാം കൂടി അടിച്ചുകൊണ്ടുപോയി എന്ന വാർത്ത കേരളം കേട്ടാൽ
CPM രാഷ്ട്രീയമായി അതിന്റെ കാവൽക്കാരനായി അവിടേക്ക് നിയോഗിച്ച M പത്മകുമാർ എന്ന CPM നേതാവിനെ അറസ്റ്റ് ചെയ്താൽ VS ശിവകുമാർ എന്ന് പറയുന്ന അനിയന് വേണ്ടി പിന്നെ എന്താണ് VS ശിവകുമാർ മറുപടി പറയണം അല്ലേ? എന്നാ നിങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയ ആളുടെ മൂക്കിന് താഴെ ഈ കാട്ടുകൊള്ള നടത്തിയിട്ട് അയാൾ ജയിലിലാണെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിക്കൂടെ എന്ന ചോദ്യത്തിന് നിങ്ങൾ മാന്യമായ മറുപടി പറയാതെ വന്നപ്പോഴാണ് ശബരിമലയിലെ വിശ്വാസികൾ, അയ്യപ്പനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ വിവാദമാണ്. അതിന് ഞങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് നിങ്ങൾ നടത്തിയത് രാഷ്ട്രീയ നിയമനങ്ങളായിരുന്നു. അവരാണിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അത് ഇനിയും പറയും. ഇത്തരം കേസെടുക്കളികളിലൂടെ അത് നിശബ്ദരാക്കി കളയാമെന്നാണ്. നമ്മളിപ്പോൾ ചലച്ചിത്രമേളയിൽ 1-2 സിനിമയുടെ പ്രദർശനാനുമതി കേന്ദ്രം നിഷേധിച്ചിട്ട് കേരളം ഒറ്റക്കെട്ടായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉറക്കെ ഈ രാജ്യത്തോട് സംസാരിക്കുന്ന സമയത്ത് ഒരു സൈദ്ധാന്തിക ഭാരവുമില്ലാതെ, വലിയ വലിയ വരികളൊന്നുമില്ലാതെ, ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു സാധാരണക്കാരൻ എഴുതിയ വരികളെ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാനേതാവിന് ഭയമാണെന്ന് വന്നാൽ അദ്ദേഹം ചെറുതാവാണെന്ന് ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിയിൽ ആളുകളില്ലാതെ പോകുന്നതാണ് പ്രശ്നം. പിന്നെ മതവിശ്വാസങ്ങളെ, മതത്തിന്റെ ആ ഒരു ടെർമിനോളജിയെ ദുരുപയോഗം ചെയ്തത് എന്ന് ചോദിച്ചാൽ കാഫർ സ്ക്രീൻഷോട്ട് നിഷാ നമ്മൾ മറന്നു പോരുത്. അതിന്റെ വേര് തേടിപ്പോയല്ലോ. ആദ്യം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. ഞങ്ങളതിന്റെ വേര് ചകഞ്ഞിറങ്ങി. റെഡ് ആർമിയിലെത്തി, പോരാളി ഷാജിയിലെത്തി, വടകരയിലെ റിബേഷിലെത്തി. റിബേഷിന് ഇത് എവിടുന്ന് കിട്ടി? ഇന്നും ഉത്തരമില്ല. എവിടുന്നാ കിട്ടിയെന്നുള്ള ഉത്തരം ഇപ്പോഴും കേരളത്തിന് മുൻപിലില്ല. നിങ്ങൾ ഞങ്ങളുടെ തലയിൽ ഇപ്പോഴെങ്കിലും ഒന്ന് പറയൂ. റിബേഷിന് ആരാ ഉണ്ടാക്കി കൊടുത്തത്? റിബേഷ് എവിടുന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്? ആ കാഫർ സ്ക്രീൻഷോട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം